നമസ്കാരം. GST5 ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഓരോ നികുതിദാതാവും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട GST അനുസരണ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ GST പോർട്ടൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ്. ITCയും RCMയും തമ്മിലുള്ള പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ GSTR 3B ഫയൽ ചെയ്യുന്നത് ഉടൻ തന്നെ തടയപ്പെടാൻ സാധ്യതയുണ്ട്. GSTN ഇലക്ട്രോണിക് ക്രെഡിറ്റ് റിവേഴ്സൽ ആൻഡ് റിക്ലെയിംഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് ITC റിക്ലെയിം ലെഡ്ജർ എന്നത് അവതരിപ്പിച്ചു. ഇത് GSTR 3Bയിലെ ടേബിൾ 4Bയിൽ റിവേഴ്സ് ചെയ്തതും ടേബിൾ 4Dയിൽ റിക്ലെയിം ചെയ്തതുമായ ITCയെ ട്രാക്ക് ചെയ്യാനാണ്. ഇതുവരെ അധികമായി റീക്ലെയിം ചെയ്ത ITCക്ക് വെറും ഒരു മുന്നറിയിപ്പാണ് കാണിച്ചിരുന്നത്. ഉടൻ തന്നെ ലഭ്യമായ ലെഡ്ജർ ബാലൻസിനേക്കാൾ കൂടുതൽ ITC റീക്ലെയിം ചെയ്താൽ GSTR 3B ഫയലിംഗ് GST സിസ്റ്റം പൂർണ്ണമായും തടയും. ടേബിൾ 3.1-ൽ റിവേഴ്സ് ചാർജ് ടാക്സ് അടച്ചതും ടേബിൾ 4A, 4A-കളിൽ ITC ക്ലെയിം ചെയ്തതും ട്രാക്ക് ചെയ്യാൻ GSTN, RCM ബാധ്യതയും ITC സ്റ്റേറ്റ്മെന്റും നടപ്പിലാക്കിയിട്ടുണ്ട്. പുതിയ വാലിഡേഷൻ സിസ്റ്റം പ്രകാരം റീക്ലെയിം ചെയ്യുന്ന ITC ലെഡ്ജർ ബാലൻസും നിലവിലെ റിവേഴ്സലുകളും ചേർത്തതിനേക്കാൾ കൂടുതലാകരുത്. RCM ITC ക്ലെയിം ചെയ്തതിന്റെ ആകെ തുക RCM ടാക്സ് അടച്ചതും ലെഡ്ജർ ബാലൻസും ചേർത്തതിനേക്കാൾ കൂടുതലാകരുത്. നിങ്ങളുടെ ITC അല്ലെങ്കിൽ RCM ലെഡ്ജറിലെ നെഗറ്റീവ് ബാലൻസ് കാണിച്ചാൽ GSTR 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അത് ശരിയാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സിസ്റ്റം ഫയലിംഗ് അനുവദിക്കില്ല. GST പോർട്ടലിൽ സർവീസസ്, ലെഡ്ജർ എന്നിങ്ങനെ നാവിഗേറ്റ് ചെയ്ത് അനുയോജ്യമായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഈ ലെഡ്ജറുകൾ നിങ്ങൾക്ക് കാണാം. ഈ നീക്കം GST കംപ്ലയൻസ് പൂർണ്ണമായും സിസ്റ്റം നിയന്ത്രണമാക്കുന്നു. അവസാന നിമിഷം റിട്ടേൺ ഫയലിംഗിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നികുതിദായകർ ITCയും RCM ഡേറ്റയും ഉടൻ തന്നെ റീകൺഫയൽ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. ഇത് GST5 ഇന്ത്യക്കായി റിപ്പോർട്ട് ചെയ്യുന്നത് ലക്ഷ്മിയാണ്. വിശ്വസനീയമായ GST അപ്ഡേറ്റുകൾ, വിശദീകരണങ്ങൾ, കംപ്ലയൻസ് അലർട്ടുകൾ എന്നിവയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.